സ്നേഹത്തിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ ആവാസത്തിലൂടെ സാധ്യതമാക്കുവാൻ നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഈ കുരിശിൻ്റെ നമ്മുടെ പ്രിയപ്പെട്ട കൊച്ചച്ഛൻ നമുക്ക് ഈ 40-ാം വെള്ളിയാഴ്ചയുടെ വചന സന്ദേശം നമുക്ക് നൽകുന്നതാണ്. നമുക്കെല്ലാവർക്കും ശ്രദ്ധയോടെ കേൾക്കാം. ഈശോ മിശിഹായിലേറെ സ്നേഹിക്കപ്പെടുന്ന വികാരിയച്ച, സ്നേഹം നിറഞ്ഞ സന്യസ്തരെ, മാതാപിതാക്കളെ, യുവതി യുവാക്കന്മാരെ, വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ, നമ്മളെല്ലാവരും ഇന്ന് സഹനത്തിൻ്റെ ഒരു വഴിയിലൂടെ നടന്നു നീങ്ങുകയായിരുന്നു. അന്ന് 2000 വർഷങ്ങൾക്ക് മുൻപ് മനുഷ്യ പാപത്തിനുള്ള പരിഹാരമായിട്ട് ഈശോ മിശിഹ ഗാഗുൽത്തായിൽ അവൻ നടന്നു നീങ്ങിയ ആ കുരിശിൻ്റെ വഴി, ആ ക്രൂശിതൻ്റെ വഴി നമ്മൾ നടന്നു നീങ്ങുകയായിരുന്നു. ഇന്ന് ഈ കുരിശിൻ്റെ വഴി നമ്മുടെ ദേവാലയത്തിൽ എത്തി നിൽക്കുമ്പോൾ നമ്മൾ പറയാതെ പറയുന്ന ഒരു കാര്യം, പറയാതെ ഈശോ മിശിഹായോട് നമ്മൾ സത്യം ചെയ്യുന്ന ഒരു കാര്യം, നീ നടന്ന അതേ സഹനത്തിൻ്റെ വഴിയിൽ കൂടി നടന്നു പോകാനായിട്ട് ഞാനും ഞങ്ങളും ഞങ്ങളുടെ കുടുംബവും ഇടവക മുഴുവനും തയ്യാറാണ് എന്ന് നമ്മൾ ഏറ്റുപറയുകയായിരുന്നു. സ്നേഹമുള്ളവരെ, നമ്മളിന്ന് 40-ാം വെള്ളി ആചരിക്കുകയായിരുന്നു. എന്താണ് 40-ന്റെ പ്രത്യേകത? ഒരുപക്ഷെ ബൈബിളിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ 40 എന്ന് പറയുന്ന സംഖ്യയ്ക്ക് ഒരുപാട് അർത്ഥതലങ്ങളുള്ളതായിട്ട് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. ഈശോ മിശിഹ 40 ദിനരാത്രങ്ങൾ ഉപവാസത്തിലും പ്രാർത്ഥനയിലും മരുഭൂമിയിൽ കഴിഞ്ഞുവെന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്, ബൈബിളിൽ വായിക്കുന്നുണ്ട്. 40 ദിനരാത്രങ്ങൾ മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരമായിട്ട്, മനുഷ്യരെ ലോകത്തിൽ നിന്ന് ഉന്മൂലനം ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നോഹിന്റെ കാലത്ത് 40 ദിനരാത്രങ്ങൾ മഴ പെയ്തു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. മോശ സീനായി മലയിൽ കൽപ്പന സ്വീകരിക്കുന്നതിന് മുൻപ് 40 ദിനരാത്രങ്ങൾ ഉപവാസത്തിലും പ്രാർത്ഥനയിലും ദൈവത്തോടൊപ്പം ചിലവഴിച്ചതായിട്ട് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. ഇസ്രായേൽ സമൂഹം ഈജിപ്തിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോൾ 40 സംവത്സരങ്ങളാണ് അവർ മരുഭൂമിയിലൂടെ അലഞ്ഞു നടന്നത്, കാനാൻ ദേശത്തെത്തുന്നതിന് മുമ്പ്. അങ്ങനെ തുടങ്ങി 40 ദിവസത്തിന്റെ പ്രത്യേകതകൾ, 40ന്റെ പ്രത്യേകതകൾ ബൈബിളിൽ ഉടനീളം നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. ഇത്തരമൊരു സാഹചര്യത്തിൽ നമ്മൾ ഇന്ന് 40-ാം വെള്ളിയാഴ്ച എത്തി നിൽക്കുമ്പോൾ ആ ബൈബിളിന്റെ ചരിത്രത്തോട് നമ്മൾ ചേർന്ന് നിൽക്കുകയാണ്. ബൈബിളിന്റെ സഹന ചരിത്രത്തോടും രക്ഷാകര ചരിത്രത്തോട് നമ്മൾ ചേർന്ന് നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ്, ഒരു ദിവസത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. ഇന്ന് നമ്മുടെ സീറോ മലബാർ സഭയിൽ 40-ാം വെള്ളി അതിനേക്കാൾ ഉപരി, ആ പേരിനേക്കാൾ ഉപരി കുറച്ചുകൂടി അർത്ഥവത്തായ ഒരു പേരെന്ന് പറയുന്നത് ലാസറിന്റെ ഉയിർപ്പിന്റെ വെള്ളി എന്നറിയപ്പെടുന്നതായിരിക്കും കൂടുതൽ ഉത്തമമെന്ന് തോന്നുകയാണ്. കാരണം നമ്മുടെ ആരാധനാക്രമ മത്സരത്തിൽ ഇന്ന് നമ്മുടെ തിരുസഭ നമ്മുടെ വിചിന്തനത്തിനായിട്ട് നൽകിയിരിക്കുന്ന വചനഭാഗം ഈശോ മിശിഹ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായ, താൻ അനുഭവിച്ചറിഞ്ഞ തൻ്റെ കൂട്ടുകാരനായ ലാസറിനെ ഉയർപ്പിക്കുന്ന ആ വലിയ സംഭവമാണ് ഇന്നത്തെ കുർബാനയുടെ സമയങ്ങളിൽ നമുക്ക് വായിച്ച് കേൾക്കാനായിട്ട് തിരുസഭ ഇന്ന് നമ്മുടെ മുൻപിലേക്ക് നിർദ്ദേശിച്ചിരിക്കുന്നത്. നമ്മൾ ലാസറിൻ്റെ ആ ഉയിർപ്പിൻ്റെ വായനകളിലേക്ക് കടക്കുമ്പോൾ
ഒരുപാട് വിചിന്തന വിഷയങ്ങൾ നമ്മുടെ മുൻപിലേക്ക് കർത്താവ് അവതരിപ്പിക്കുന്നുണ്ട്, സഭ നമ്മുടെ മുൻപിലേക്ക് തരുന്നുണ്ട്. അതിലേതാനും ചില വിചിന്തന വിഷയങ്ങൾ മാത്രം നമ്മുടെ മുൻപിലേക്ക് അവതരിപ്പിക്കാനായിട്ട് മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരുപക്ഷെ നമുക്കെല്ലാവർക്കും അറിവുള്ള ഒരു കാര്യം, നമ്മളെല്ലാവരും ക്രൂശിതനെ പിൻചൊല്ലുന്ന നിൽക്കുന്നവരാണ്. ക്രൂശിതനായ ഈശോ മിശിഹായിൽ വിശ്വസിക്കുന്നവരാണ് നമ്മളെല്ലാവരും. ഒരുപക്ഷെ ഈശോ ജീവിച്ച കാലഘട്ടത്തിലും ഇന്ന് ഈ 2000 വർഷങ്ങൾക്ക് ശേഷവും ഈശോയുടെ കുരിശുമരണത്തെ മനസ്സിലാക്കാൻ പറ്റാത്ത ഒരുപാട് വ്യക്തികളുള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നതും ഈശോ ജീവിച്ച കാലഘട്ടത്തിലും അപ്രകാരം തന്നെയായിരുന്നു. ഒരു ദൈവമായ ഈശോയ്ക്ക്, ദൈവത്തിൽ രണ്ടാമത്തെ വ്യക്തിയായ ഈശോയ്ക്ക് എപ്രകാരമാണ് കുരിശിൽ മരിക്കാനായിട്ട് സാധിക്കുന്നത്? ഒരു ദൈവത്തിന് എങ്ങനെയാണ് സഹിക്കാനായിട്ട് സാധിക്കുന്നത്? ഒരു ദൈവത്തിന് എങ്ങനെയാണ് കുരിശിൽ മരിക്കാനായിട്ട് സാധിക്കുന്നത്? ദൈവമല്ലേ, മരിച്ചു കഴിഞ്ഞാൽ ദൈവം എങ്ങനെ ദൈവമായിട്ട് മാറും? ദൈവം ഈശോ മിശിഹ വെറും മനുഷ്യനാണ് എന്ന് പറഞ്ഞ് പരത്തുന്ന ഒരുപാട് വ്യക്തികളുള്ള ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇത്തരമൊരു സാഹചര്യത്തിൽ നമ്മൾ വിശ്വസിക്കുന്നത് ക്രൂശിതനായ ഈശോ മിശിഹായിൽ, 100% ദൈവവും 100% മനുഷ്യനുമായ ഒരു ഈശോ മിശിഹായിലാണ് നമ്മൾ വിശ്വസിക്കുന്നതെന്ന് നമുക്കെല്ലാവർക്കും അറിവുള്ള കാര്യമാണ്. ഒരുപക്ഷെ ഞാൻ സൺഡേ സ്കൂൾ ക്ലാസ്സുകളിലൊക്കെ കുട്ടികളോട് ചോദിക്കുമ്പോൾ എത്ര ശതമാനം ഈശോ ദൈവമാണ്, എത്ര ശതമാനം ഈശോ മനുഷ്യനാണെന്ന് ചോദിക്കുമ്പോൾ കുട്ടികൾ സ്വാഭാവികമായിട്ടും മനുഷ്യ സഹജമായ ബുദ്ധിയിൽ നിന്ന് പറയാറുണ്ട് 50% ദൈവവും 50% മനുഷ്യനുമാണ്. അത് ഒരു പാഷണ്ഡതയാണെന്ന് സഭ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഈശോ മിശിഹ 100% ദൈവവും 100% മനുഷ്യനുമാണെന്ന് സഭ നമ്മളെ പഠിപ്പിക്കുകയാണ്. അത്തരം ഒരു സാഹചര്യം അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന ക്രിസ്തു കേവലം മനുഷ്യനും നമ്മൾ വിശ്വസിക്കുന്ന ഈ കാര്യങ്ങളുമൊക്കെ കേവലം ഭോഷത്വവുമായി പോകുമെന്നും സഭാപിതാക്കന്മാരും നമ്മളെ പഠിപ്പിക്കുകയാണ്. ഈശോ മിശിഹ 100% ദൈവവും 100% മനുഷ്യനുമാണെന്നുള്ള സത്യം, വിശ്വാസം നമുക്ക് ഇന്ന് ഈ നിമിഷം ഏറ്റുപറയാനായിട്ട് സാധിക്കട്ടെ. ഈശോ മിശിഹായുടെ സഹനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ സഹനങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ കൂടി നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുകയാണെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഒരുപക്ഷെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സഹനങ്ങളെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കാനായിട്ട് ഇടയാകും. ദൈവമേ, എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുടുംബങ്ങളിൽ, എനിക്ക് വേണ്ടപ്പെട്ടവരുടെ ഇടയിൽ ഈ സഹനങ്ങൾ ഉണ്ടാകുന്നത്, മരണങ്ങൾ ഉണ്ടാകുന്നത്, അകാലമായ മരണങ്ങൾ ഉണ്ടാകുന്നത്, വണ്ടി ആക്സിഡന്റുകൾ ഉണ്ടാകുന്നത്, രോഗങ്ങൾ ഉണ്ടാകുന്നത്, വ്യാധികൾ ഉണ്ടാകുന്നത് തുടങ്ങി നീളുന്നു ഈ പട്ടികയിലെ പല സഹനങ്ങൾ. ഇത്തരമൊരു സാഹചര്യത്തിൽ മനുഷ്യ സഹജമായ ബുദ്ധി കൊണ്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ചോദിക്കാം, എന്തുകൊണ്ടായിരിക്കും ദൈവമേ ഞങ്ങളുടെ ജീവിതങ്ങളിൽ സഹനങ്ങൾ ഉണ്ടാകുന്നത്? എന്തുകൊണ്ടാണ് ഞങ്ങളുടെ ജീവിതങ്ങളിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത്, രോഗങ്ങൾ ഉണ്ടാകുന്നത്? നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നില്ലേ? നിന്നോടെല്ലാം ഞങ്ങൾ ആവശ്യപ്പെടുന്നില്ലേ? നീ പറയുന്ന ദാനധർമ്മം നടത്തുന്നില്ലേ? ഉപവാസം നടത്തുന്നില്ലേ? നീ പറയുന്ന മറ്റ് നല്ല കാര്യങ്ങൾ, ദൈവകൽപ്പനകൾ അനുസരിക്കുന്നില്ലേ? തിരുസഭയുടെ കൽപ്പനകൾ അനുസരിക്കുന്നില്ലേ? പുണ്യപ്രവൃത്തികൾ ചെയ്യുന്നില്ലേ എന്ന് നമ്മൾ പറയുമ്പോൾ ഈശോ മിശിഹ തന്നെ നമ്മുടെ മുൻപിൽ ഏറ്റവും വലിയ മാതൃകയായിട്ട് നിൽക്കുകയാണ്. സ്നേഹമുള്ളവരെ, മറ്റ് മതനേതാക്കളോ മറ്റ് ദേവന്മാരോ ജീവിച്ചു കാണിച്ചതുപോലെ നമ്മുടെ മുൻപിൽ ജീവിച്ചു കാണിച്ച ഒരു വ്യക്തിയല്ല ഈശോ മിശിഹ. മറിച്ച് മനുഷ്യ സഹനങ്ങളിലേക്ക്, മനുഷ്യരുടെ ബുദ്ധിമുട്ടുകളിലേക്ക്, ദാരിദ്ര്യത്തിലേക്ക്, മനുഷ്യന്റെ രോഗങ്ങളിലേക്ക്, വ്യാധികളിലേക്ക് അവന്റെ ചരിത്രത്തിൽ തന്നെ ഇറങ്ങി വന്ന് വസിച്ച ഏറ്റവും വിലപ്പെട്ട, ദൈവം നമ്മെ സ്നേഹിച്ചു എന്ന് മനസ്സിലാക്കി തന്ന ഈശോ മിശിഹായുടെ പിൻതലമുറക്കാരാണ്, ഈശോ മിശിഹായെ പിൻചൊല്ലുന്നവരാണ്, ഈശോ മിശിഹായുടെ ശിഷ്യന്മാരാണ് നമ്മളെന്നുള്ള ആ ചിന്ത, ബോധ്യം നമുക്ക് കളയാതിരിക്കാം. ഈശോ മിശിഹ തന്നെ നമ്മുടെ മുൻപിൽ ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് നിൽക്കുകയാണ്. ഒരുപക്ഷെ നമുക്കറിയാം, നമ്മൾ സ്റ്റേഡിയത്തിലൊക്കെ കളി കാണാനായിട്ട് പോവുകയാണെങ്കിൽ നമുക്കറിവുള്ള കാര്യമാണ്, കളി കാണുന്ന വ്യക്തികൾക്ക് അവിടെ കളിക്കുന്നവരെ കുറിച്ച് കമൻറ്റ് പറയാനായിട്ടും ഓരോ കാര്യങ്ങൾ പറയാനായിട്ടും, ഇങ്ങനെ കളിച്ചാൽ നന്നായിരിക്കും, സഞ്ജു സാംസൺ ഇങ്ങനെ അടിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു, സഞ്ജു സാംസൺ അങ്ങോട്ട് ഓടിയിരുന്നെങ്കിൽ നന്നായിരുന്നു, മെസ്സി ഗോൾ അടിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു, പുറകോട്ട് പോയി കുറച്ച് മാറി കളിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് പറയാനൊക്കെ വളരെ എളുപ്പമാണെന്നുള്ള കാര്യം നമുക്കറിയാം.
സ്നേഹമുള്ളവരെ, ഇവിടെ ഇന്നിപ്പോൾ പ്രഖ്യാപിക്കാനായിട്ടും നമ്മളുടെ വിശ്വാസ വിചിന്തനത്തിനായിട്ട് നൽകാനായിട്ടും ഞാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയമെന്ന് പറയുന്നത്, കേവലം ഗ്യാലറിയിലിരുന്ന് കളി കാണുന്ന മറ്റ് ദേവന്മാരെ പോലെയോ മറ്റ് വിഗ്രഹങ്ങളെ പോലെയോ മറ്റ് എവിടെയൊക്കെ ഉണ്ടെന്ന് പറയുന്ന മറ്റ് ദേവന്മാരെ പോലെ ഒന്നുമല്ല നമ്മുടെ ഈശോ മിശിഹ. മനുഷ്യന്റെ ചരിത്രത്തിലേക്ക് ഇറങ്ങി വന്ന് വസിച്ച് നമ്മളോടൊപ്പം സഹിച്ച് ജീവിച്ച് എങ്ങനെ ഒരു പരിപൂർണ മനുഷ്യനായിട്ട് ദൈവത്തിന് പ്രീതികരമായിട്ട് നമ്മുടെ ജീവിതത്തെ എങ്ങനെ സമർപ്പിക്കാമെന്ന് നമ്മുടെ മുൻപിൽ ജീവിച്ച് കാണിച്ചു തന്ന ഏറ്റവും വലിയ ദൈവവും മനുഷ്യനുമായിട്ടുള്ള വ്യക്തിയാണ് ഈശോ മിശിഹ എന്നുള്ള കാര്യം നമുക്ക് മറക്കാതിരിക്കാം. സ്നേഹമുള്ളവരെ, നമ്മൾ ഈ ലാസറിന്റെ ഉത്ഥാനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, ഈ സഹനത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ, മർത്തായും മറിയവും നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം ഇപ്രകാരമാണ്. മർത്തായും മറിയവും അവർക്ക് ഏറ്റവും വേണ്ടപ്പെട്ട, അവരുടെ കുടുംബവുമായിട്ട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ഒരു വലിയ വ്യക്തിയായിരുന്നു ഈശോ മിശിഹ. ഈശോ മിശിഹ എന്തൊക്കെ അത്ഭുതങ്ങൾ ചെയ്തുവെന്നും എപ്രകാരം അവരെ സുഖപ്പെടുത്താനായിട്ട്, ലാസറിനെ സുഖപ്പെടുത്താനായിട്ട് സാധിക്കുമെന്നും അറിവുള്ള വ്യക്തികളായിരുന്നു മർത്തായും മറിയവും. ഈശോ മിശിഹ ഏറ്റവും ചേർന്ന് നിന്ന കുടുംബങ്ങളിൽ ഒന്നാണ് മർത്തായുടെയും മറിയത്തിൻ്റെയും ലാസറിൻ്റെയും കുടുംബം. ആ ഒരു കുടുംബത്തിൽ പോലും എപ്രകാരമാണ് സഹനം വന്നതെന്നും മരണം വന്നതെന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇത്തരമൊരു സാഹചര്യത്തിൽ മർത്തായും മറിയവും ഈശോയുടെ പക്കലേക്ക് ആളുകളെ അയക്കുകയാണ്. അവനോട് പറയുകയാണ്, നിന്റെ സ്നേഹിതനായ ലാസർ രോഗബാധിതനായിട്ട് കഴിയുകയാണ്. അവിടെ മർത്തായും മറിയവും ഈശോയോട് ആവശ്യപ്പെടുന്നില്ല, നീ ഞങ്ങളുടെ ഭവനത്തിലേക്ക് വരിക, ലാസറിനെ സുഖപ്പെടുത്താനായിട്ട് ആവശ്യപ്പെടുന്നില്ല. മറിച്ച് ലാസറിന്റെ യഥാർത്ഥമായ അവസ്ഥ ദൈവത്തെ, ഈശോ മിശിഹായെ അവർ അറിയിക്കുകയാണ്. ലാസറിന് സുഖമില്ല, അവൻ രോഗബാധിതനാണ്. ഇത് മാത്രമാണ് മർത്തായും മറിയവും കൊടുക്കുന്ന സന്ദേശം. സ്നേഹമുള്ളവരെ, നമ്മളുടെ ജീവിതവുമായിട്ട് ഇതിനെ തട്ടിച്ചു നോക്കാനായിട്ട് സഭ ഇന്ന് നമ്മളോട് ആവശ്യപ്പെടുകയാണ്. നമുക്ക് അറിവുള്ള കാര്യമാണ്, നമ്മുടെ ജീവിതത്തിൽ എപ്രകാരമാണ് സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ ദൈവത്തോട് എപ്രകാരമാണ് നമ്മൾ ചോദിക്കുന്നതെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിവുള്ള കാര്യമാണ്. എന്തുകൊണ്ടാണ് ദൈവമേ പരീക്ഷയ്ക്ക് എനിക്ക് മാർക്ക് തരാഞ്ഞത്? എനിക്ക് പരീക്ഷയ്ക്ക് 100 മാർക്ക് തരണം, എനിക്ക് പരീക്ഷയ്ക്ക് ഫുൾ മാർക്ക് തരണം, എൻ്റെ രോഗങ്ങൾ മാറിക്കിട്ടണം, ക്യാൻസർ രോഗം മാറിക്കിട്ടണം. നമ്മൾ അങ്ങോട്ടേക്ക് ഓരോ കാര്യങ്ങൾ പറയുകയാണ്, ആവശ്യപ്പെടുകയാണ്, നിർദ്ദേശിക്കുകയാണ്. ദൈവത്തോട് നമ്മൾ നിർദ്ദേശിക്കുകയാണ്, ദൈവമേ ഇന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ചെയ്തു തരണം, എങ്കിൽ മാത്രമേ നിനക്ക് മെഴുകുതിരികൾ കത്തിക്കത്തുള്ളൂ, നിനക്ക് നേർച്ചകൾ ഞങ്ങൾ തരത്തുള്ളൂ, നിനക്ക് കുർബാന അർപ്പിക്കത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ പറയുകയാണ്, ദൈവത്തോട് പറയുകയാണ്, ഇന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് തന്നെങ്കിൽ മാത്രമേ ഈ കാര്യങ്ങളൊക്കെ സാധിച്ചു തരാനായിട്ട്, ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തു തരാനായിട്ട്, നിന്നെ ആരാധിക്കാനായിട്ട് ഞങ്ങൾ തയ്യാറാവുകയുള്ളൂ എന്ന് നമ്മളുടെ മനുഷ്യ സഹജമായ ബുദ്ധിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ മർത്തായും മറിയവും നമ്മുടെ മുൻപിൽ ഒരു ചോദ്യചിഹ്നമായിട്ട്, വെല്ലുവിളിയായിട്ട് നമ്മുടെ മുൻപിൽ നിൽക്കുകയാണ്. അവര് കേവലം ലാസറിന്റെ യഥാർത്ഥമായ അവസ്ഥ, കർത്താവെ നിന്റെ സ്നേഹിതനായ ലാസർ രോഗബാധിതനാണ് എന്ന് മാത്രമാണ് പറയുന്നത്. അവനെ സുഖപ്പെടുത്തണമെന്ന് പറയുന്നില്ല, അവനെ സഹനങ്ങളിൽ നിന്ന് രക്ഷിക്കണമെന്ന് പറയുന്നില്ല. ഇവിടെ ഈശോ മിശിഹായുടെ പ്രത്യുത്തരം നമ്മളെ അതിലേറെ ചിന്തിപ്പിക്കേണ്ട മറ്റൊരു കാര്യമാണെന്ന് നമുക്കറിയാം. ഈശോ മിശിഹ ഇത് കേട്ട ഉടനെ തന്നെ പോകുന്നില്ല. 3 ദിവസം കഴിഞ്ഞതിന് ശേഷം ഈശോ മിശിഹ ലാസറിന്റെ ഭവനത്തിലേക്ക് നടന്നു നീങ്ങുകയാണ്. അവിടെ ചെന്ന് നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മർത്തായും മറിയം എന്ന് പറയുന്നുണ്ട്, നിന്റെ സ്നേഹിതനായ ലാസർ മരിച്ചുപോയി, അവനെ അടക്കിയിട്ടിത് 4-ാം ദിവസമാണ് എന്ന് പറയുമ്പോൾ ഈശോ മിശിഹ അവിടെ കരയുന്നതായിട്ട് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. ബൈബിളിലെ ഏറ്റവും ചെറിയ വാക്യങ്ങളിൽ ഒന്നായിരുന്നു അവൻ കരഞ്ഞു എന്ന് പറഞ്ഞ് നമ്മുടെ മുൻപിൽ യോഹന്നാന്റെ സുവിശേഷം എടുത്തു വെക്കുന്ന ഈ വാക്യം. എന്തുകൊണ്ടായിരിക്കും ദൈവമായ ഈശോ മിശിഹ കരയുന്നത്? അതിന് ഉത്തരം ഒന്നേ ഉള്ളൂ. മനുഷ്യ സഹനങ്ങളിൽ പങ്കുകാരനായിക്കൊണ്ട്, മനുഷ്യന്റെ സഹനങ്ങളെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ കൂടെ വസിച്ചവനായ ഈശോ മിശിഹ നമ്മുടെ സഹനങ്ങളെ ഓർത്ത് വേദനിക്കുന്നുണ്ട്, വിഷമിക്കുന്നുണ്ട് എന്ന് നമ്മുടെ മുൻപിൽ ഈശോ മിശിഹ ഇന്നത്തെ സുവിശേഷത്തിലൂടെ പറഞ്ഞു വെക്കുകയാണ്. ഈ ഈശോ മിശിഹായുടെ
അടുത്ത നടപടി എന്തായിരുന്നുവെന്നും നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഇതുകൂടി പറഞ്ഞുകൊണ്ട് ഈ വചന സന്ദേശം അവസാനിപ്പിക്കാമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഈശോ മിശിഹ കല്ലറയിലേക്ക് പോവുകയാണ്. അവിടേക്ക് പോകുമ്പോൾ മർത്തായും മറിയവും പറയുന്നുണ്ട് 4-ാം ദിവസമാണെന്ന് പറയുന്നുണ്ട്. 4-ാം ദിവസം, വെറും 4-ാം ദിവസമായി എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ അർത്ഥമാക്കുന്നത് ഒരു മനുഷ്യ ശരീരം അഴുകാൻ വേണ്ട പ്രധാനപ്പെട്ട 3 ദിവസങ്ങളാണ് വേണ്ടതെന്ന് നമുക്കറിയാം. 3 ദിവസങ്ങളുണ്ടെങ്കിൽ അന്നത്തെ കാലാവസ്ഥയൊക്കെ അനുസരിച്ച് ഒരു മനുഷ്യ ശരീരം ജീർണിച്ചു തുടങ്ങും. ഇത്തരമൊരു സാഹചര്യത്തിൽ ഈശോ മിശിഹ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ ലാസറിനെ ഉയർപ്പിക്കാനായിട്ട് തയ്യാറാവുകയാണ്. 4-ാം ദിവസം ഉയർപ്പിക്കാനായിട്ട് തയ്യാറാവുകയാണ്. ഇവിടെ ഈശോ മിശിഹ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട്. ഈശോ മിശിഹ വഴിയും സത്യവും ജീവനുമാണെന്ന് പറഞ്ഞു വെക്കുകയാണ്, നമ്മളുടെ മുൻപിലേക്ക് പറഞ്ഞു വെക്കുകയാണ്. സ്നേഹമുള്ളവരെ, ഇവിടെ ഈ ഉയർപ്പ് നടത്തുന്നതിന് അവിടെ ഈശോ മിശിഹ ആവശ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട്. ആ കല്ല് ഉരുട്ടി മാറ്റാനായിട്ട് അവിടെ കൂടിയിരുന്നവരോട് ഈശോ മിശിഹ ആവശ്യപ്പെടുകയാണ്. ഈശോ മിശിഹായ്ക്ക് ആ കല്ല് ഉരുട്ടി മാറ്റാനായിട്ട് ശക്തിയില്ലാഞ്ഞിട്ടല്ല ഈശോ അവരോട്, മറ്റവിടെ കൂടിയിരുന്നവരോട് കല്ലുരുട്ടി മാറ്റാനായിട്ട് ആവശ്യപ്പെടുന്നത്. ലാസറിനെ ഉയർപ്പിച്ച ഈശോയ്ക്ക് ആ കല്ലുരുട്ടി മാറ്റാനായിട്ട് ഒരു വാക്കിൻ്റെ ദൂരം മാത്രമേ ഉള്ളായിരുന്നു. വേണമെങ്കിൽ പറയായിരുന്നു കല്ല് ഉരുട്ടി മാറ്റപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാറിപ്പോകുമായിരുന്നു. ഇവിടെ ഈശോ എന്താണ് അർത്ഥമാക്കുന്നത്? അവിടെ കൂടിയിരുന്ന അവരുടെ സഹായം ഈശോ ചോദിക്കുകയാണ്. ലാസറിനെ ഉയർപ്പിക്കുന്നതിൽ ചോദിക്കുകയാണ്. സ്നേഹമുള്ളവരെ, ഈ കല്ലുരുട്ടി മാറ്റൽ യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതങ്ങളോടുള്ള ഈശോ മിശിഹായുടെ ആവശ്യപ്പെടലാണ്. നമ്മളുടെ ജീവിതങ്ങളെ പാപകരമായ അവസ്ഥയിൽ നിന്ന്, മരണകരമായ അവസ്ഥയിൽ നിന്ന് നമ്മുടെ ജീവിതങ്ങളെ ഉയർപ്പിക്കപ്പെടണമെങ്കിൽ, നമ്മുടെ ജീവിതങ്ങൾ ഉയർപ്പിക്കപ്പെടണമെങ്കിൽ, ഉത്ഥാനത്തിൻ്റെ മാധുര്യം നുകരണമെങ്കിൽ യഥാർത്ഥമായും ഈശോ മിശിഹ പറയുന്നത് നമ്മുടെ ജീവിതങ്ങളിലെ ചില കല്ലുകൾ ഉരുട്ടി മാറ്റാനായിട്ട് നമ്മളോടെല്ലാവരോടും ഈശോ ആവശ്യപ്പെടുകയാണ്. ചിലപ്പോൾ അത് പാപമാകുന്ന കല്ലുകളാകാം, ചിലപ്പോൾ ചില ബന്ധനങ്ങളായിരിക്കാം, ചില ബന്ധങ്ങളായിരിക്കാം, ചില ആകുലതകളായിരിക്കാം, ദുഃഖങ്ങളായിരിക്കാം. ആ കല്ലുകളൊക്കെ മാറ്റാനായിട്ട് ഈശോ നമ്മളോട് ആവശ്യപ്പെടുകയാണ്. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് ഞാൻ ഇന്ന് നിങ്ങളോട് ഉദ്ബോധിപ്പിക്കുന്ന ഒരു കാര്യം, നമുക്ക് ഒരുമിച്ച് അടുത്ത ആഴ്ചയിലുള്ള നമ്മുടെ ഇടവക കുംഭസാരത്തിനായിട്ട് ഒരുങ്ങാം. നമ്മുടെ ജീവിതങ്ങളിൽ അടിസ്ഥാനപരമായിട്ടുണ്ടായിരിക്കേണ്ട, മാറ്റപ്പെടേണ്ട കല്ലുകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി ഈ വരുന്ന ദിവസങ്ങളിൽ ഈശോ മിശിഹായുടെ പീഡാസഹന മരണങ്ങളിലേക്ക് നമുക്ക് ഒരുങ്ങാനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മുടെ ജീവിതങ്ങളിൽ കുംഭസാരം എന്ന കൂദാശയ്ക്കുള്ള പ്രാധാന്യത്തെ ഒന്നോർത്തെടുക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഞാൻ ഇപ്പോൾ പട്ടം കിട്ടിയിട്ട് ഒരുപാട് നാളുകളൊന്നും ആയിട്ടില്ലെങ്കിലും കുംഭസാരങ്ങൾ ഒരുപാട് കേൾക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ പറയുന്ന ഒരു ചെറിയ ഉപദേശം എന്ന് വേണമെങ്കിൽ സ്വീകരിക്കാം. നമ്മൾ കുംഭസാരക്കൂടിലേക്ക് കടന്നു വരുമ്പോൾ അടിസ്ഥാനപരമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, കേവലം ഒരു കൗൺസിലിംഗ് നടക്കുന്ന സ്ഥലമല്ല കുംഭസാരക്കൂട്. ഒരു കൗൺസിലറുടെ പ്രധാന ഉദ്ദേശം അറിയാം. നമ്മൾ പോയി ഓരോ കാര്യങ്ങൾ, നമ്മുടെ ജീവിത വിഷമങ്ങൾ അവിടെ പറയുന്നു. അതിനുശേഷം ആ കൗൺസിലർ ചില ഉപദേശങ്ങൾ തരും. ഇതിങ്ങനെയൊക്കെ ജീവിച്ചു കഴിഞ്ഞാൽ നന്നായിരിക്കുമെന്ന് ചില ഉപദേശങ്ങൾ തരുന്നുണ്ട്. അതിനപ്പുറം ഒന്നുമില്ല അവിടെ. എന്നാൽ കുംഭസാരക്കൂട്ട് കേവലം ഒരു കൗൺസിലിങ്ങിനും അപ്പുറം ഈശോ മിശിഹായെ യഥാർത്ഥത്തിൽ കണ്ടുമുട്ടുന്ന ഒരിടമാണെന്ന് മനസ്സിലാക്കാനായിട്ട് നമ്മൾ സാധിക്കണം. അവിടെ മറ്റുള്ളവരുടെ പാപങ്ങളല്ല, നമ്മളുടെ കുടുംബങ്ങളിലെ മറ്റ് ഭർത്താവിൻ്റെയോ ഭാര്യയുടെയോ മക്കളുടെയോ കുറ്റങ്ങളല്ല അവിടെയൊന്നും ഏറ്റു പറയേണ്ടത്. യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതങ്ങളിൽ വന്നു പോയിട്ടുള്ള നമ്മുടെ പാപങ്ങളാണ് യഥാർത്ഥത്തിൽ അവിടെ പറയേണ്ടതെന്ന് യഥാർത്ഥത്തിൽ നമ്മൾ ഓർക്കാനായിട്ട് ഞാൻ ആവശ്യപ്പെടുകയാണ്. അങ്ങനെ ആത്മശോധന ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം. 10 കൽപ്പനകൾ മാത്രമല്ല നമ്മൾ ആത്മശോധന ചെയ്യേണ്ടത്, മറിച്ച് ആ 10 കൽപ്പനകൾക്കും അപ്പുറം തിരുസഭയുടെ കൽപ്പനകളുണ്ട്, മൂല പാപങ്ങളുണ്ട്. അഹങ്കാരം, അസൂയ, കോപം, ഭക്ഷണക്കൊതി തുടങ്ങിയ
ഒരുപാട് പാപങ്ങൾ നമ്മൾ ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. വിചാരത്താൽ, വാക്കാൽ, പ്രവൃത്തിയാൽ, ഉപേക്ഷയാൽ. സ്നേഹമുള്ളവരെ, ഈ മേഖലകളിലൊക്കെ ഒരു ആത്മശോധന ചെയ്തുകൊണ്ട് നല്ലൊരു കുമ്പസാരം നടത്താനായിട്ട് നമുക്ക് ഈ ദിവസം സാധിക്കണം. അപ്രകാരമുള്ള കല്ലുകൾ ഉരുട്ടി മാറ്റപ്പെട്ടെങ്കിൽ മാത്രമേ യഥാർത്ഥത്തിൽ ഉത്ഥാനത്തിൻ്റെ മാധുര്യം നുകരാനായിട്ട്, ഉത്ഥാനത്തിൻ്റെ ആ ഒരു സന്തോഷം നുകരാനായിട്ട് നമുക്ക് ഏവർക്കും സാധിക്കത്തുള്ളൂ എന്ന ആ വലിയ സന്ദേശം ഈശോ മിശിഹ ഇന്ന് നമുക്ക് നൽകുകയാണ്. സ്നേഹമുള്ളവരെ, ഈ വിചിന്തനം ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് നമ്മൾ ഇന്ന് ചിന്തിച്ച ആ കാര്യങ്ങൾ നമ്മുടെ ജീവിതങ്ങളിൽ പ്രാവർത്തികമാക്കുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം. നമ്മുടെ ജീവിതങ്ങളിൽ സഹനത്തിനുള്ള വില മുറുകെ പിടിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. ഈശോ മിശിഹ നമ്മളോടൊപ്പം സഹിച്ച വ്യക്തിയാണെന്ന് ഏറ്റുപറയാനായിട്ട് നമുക്ക് ശ്രമിക്കാം. കേവലം വിഗ്രഹത്തെ ആരാധിക്കുന്നവരല്ല നമ്മൾ, മറിച്ച് മനുഷ്യ ചരിത്രത്തിൽ ഇറങ്ങി വന്ന് നമ്മളോടൊപ്പം ജീവിച്ച ഏക സത്യ ദൈവമായ ഈശോ മിശിഹായിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരാണ് നമ്മളെന്നുള്ള വിശ്വാസം ഏറ്റുപറയാനായിട്ട് നമുക്ക് ശ്രമിക്കാം. നമ്മുടെ ജീവിതങ്ങളിലെ കല്ലുകൾ ഉരുട്ടി മാറ്റപ്പെടാനായിട്ട് തീവ്രമായിട്ട് അഭിലഷിച്ചുകൊണ്ട് നമുക്ക് ഈ ദിവസം പ്രാർത്ഥനയോടെ ഒരുങ്ങാം. ഈശോ മിശിഹ ഈ അത്ഭുതം പ്രവർത്തിച്ചുകൊണ്ട് നടന്നു നീങ്ങിയത് യഥാർത്ഥത്തിൽ ലാസറിനെ കല്ലറയിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നുകൊണ്ട് കല്ലറയിലേക്കുള്ള യാത്ര ഈശോ മിശിഹ ആരംഭിക്കുകയായിരുന്നു. ആ ഒരു വാതിലാണ് നമ്മൾ ഇന്ന് ലാസറിന്റെ വെള്ളി ആഘോഷിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ എത്തി നിൽക്കുന്നത്. അടുത്ത ആഴ്ച വലിയ ആഴ്ചയിലേക്കുള്ള, നല്ല ആഴ്ചയിലേക്കുള്ള, നല്ല ആഴ്ചയിലേക്കുള്ള ഒരു പ്രവേശന കവാടമാണ് ഈ 40-ാം വെള്ളി ആചരണമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈശോ മിശിഹായുടെ സഹനത്തോട് ചേർന്ന് നിന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായിട്ട് ദൈവത്തിന് സമർപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. നല്ലവനായ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടി ഈ ദിനത്തിൻ്റെ ആശംസകൾ ഒരുപാട് സ്നേഹത്തോടെ, പ്രാർത്ഥനകളോടെ നേരുന്നു. ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.